ഇതൊന്ന് വായിച്ചു നോക്കേ. അത് കൊള്ളാം അല്ലേ? 1000 കിലോമീറ്റർ ഓടി വണ്ടി, വെറും 8000. വെറും 8000. 2025 3 സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. അടുത്ത ആക്റ്റീവ വീണ്ടും അതും ഉണ്ട് 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് 20 സിംഗിൾ ഓണർ വണ്ടി. എല്ലാം 20 തൊട്ടുള്ളേ നമ്മൾ കൊടുക്കും. എല്ലാ വണ്ടിക്കും കൊടുക്കും. 1 മാസം ചെക്കിംഗ് വാറന്റിയും കാര്യങ്ങളും എല്ലാം കൊടുക്കും. അപ്പൊ നിയാസിക്ക, അപ്പൊ പുതിയ സ്റ്റോക്ക് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതെ, ഓണത്തിന് മുമ്പായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ എന്താ ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഓഫർ എന്ന് വെച്ചാൽ ഒരു ഗീവ് അവേ എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ഗീവ് അവേ നമ്മുടെ പ്ലാനിലുണ്ട്. ഒരു വണ്ടി ആയിരിക്കും എന്തായാലും കൊടുക്കുന്നത്. അപ്പൊ ഏതാ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഗീവ് അവേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് കൊടുക്കാം. തീർച്ചയായിട്ടും. നിലവിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഏത് റേറ്റോട്ടാ വണ്ടി സ്റ്റാർട്ടിങ്ങിലുള്ള? നമുക്കൊരു 25 രൂപ കൊടുക്കാം. 25,000 രൂപ മുതലുള്ള വണ്ടികളുണ്ട്. കുറഞ്ഞത് മാത്രമായിട്ട് നമുക്ക് അപ്പുറത്തൊരു ഷോറൂം കൂടെ തുറന്നിട്ടുണ്ട്. ഒരു 10 രൂപ 15 രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കപ്പിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആദ്യം നമുക്ക് എന്തായാലും ഈ കാണുന്ന സ്പ്ലെൻഡറിൽ നിന്ന് തുടങ്ങാം. 3 സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. ഫസ്റ്റ് സ്പ്ലെൻഡർ ഇതേതാ? സ്പ്ലെൻഡർ 2024 മോഡലാണ്. എങ്ങനെ ഓൺഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. ടയർ ക്വാളിറ്റി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. 22,000 കിലോമീറ്റർ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് വില എങ്ങനെയാ വരുന്നത്? നമുക്ക് 76 രൂപ കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര വേണം നമുക്ക്? 15 രൂപ 10 രൂപ അടക്കേണ്ടി വരും. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. അപ്പൊ നമുക്ക് ഫിനാൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇപ്പൊ? ആധാറും പാനും, ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ, ഇത്ര മാത്രം മതി. ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടുമല്ലോ വൈകിട്ട്? തീർച്ചയായിട്ടും. സിവിലും പക്ക ആണെങ്കിൽ അന്നേരം 1 മണിക്കൂർ കൊണ്ട് വണ്ടിയും കൊണ്ടുപോകാം. അടുത്ത ഫുള്ളി ബ്ലാക്ക് കളർ വരുന്ന ഒരു സ്പ്ലെൻഡർ പ്ലസ് വരുന്നുണ്ട്. i3 വരുന്ന മോഡലാണ്. കോമ്പി ബ്രേക്ക് ആണ് വണ്ടിയിൽ വരുന്നത്. ഇതെങ്ങനെയാണ് ഓൺഷിപ്പ് വരുന്നത്? 2025 ലാസ്റ്റ് വണ്ടി. 25 ലാസ്റ്റ് ആണ്. 3,948 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും. ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടി. എങ്ങനെയാ വില വരുന്നത്? ഇപ്പൊ ഇത് നമുക്ക് ഒരു 83 രൂപ കൊടുക്കാം. 83,000 രൂപയാണ്. അപ്പൊ ഈ കാണുന്ന സ്പ്ലെൻഡറിന്റെ പ്രൈസ് ചോദിക്കുന്നത്. ഒരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കായിരിക്കാം. സിവിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കാര്യങ്ങൾ. എനിക്ക് കറക്റ്റ് ഞാൻ പറയത്തില്ല, എങ്കിലും 10 രൂപ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അടുത്ത സ്പ്ലെൻഡർ 2020 മോഡൽ. 20 മോഡൽ വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ 40,000 കാണിക്കുന്നുണ്ട്. വില എങ്ങനെയാണ്? ഇത് 55 രൂപയ്ക്ക് കൊടുക്കാം. 55,000 രൂപയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത്. അതെ അതെ. അടുത്ത ഒരു അഡ്വഞ്ചർ 250 ആണ്. അതെ, 2022 മോഡൽ, സിംഗിൾ ഓണർ വണ്ടി. ഷോറൂം പക്ക, സർവീസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ബോഡി പാനൽസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ബാക്ക് ടയർ പുതിയതാണ് വരുന്നത്. ഫ്രണ്ട് ടയർ ഒരു ആവറേജ് വരുന്നുണ്ട്. കിലോമീറ്റർ റീഡിങ് കാണിച്ചിരിക്കുന്നത് 57,000 ജെനുവിൻ ആണ്. ഹിസ്റ്ററി എടുക്കാം, നമുക്ക് ഹിസ്റ്ററി അടക്കം കിട്ടും. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുന്നത്. അപ്പൊ ഇനി ഈ വണ്ടിയുടെ വില എങ്ങനെയാ വരുന്നത്? ഈ വണ്ടി നമുക്ക് 165 കിട്ടിയാൽ കൊടുക്കാം. 1,65,000 രൂപ. അതെ അതെ. ഡൗൺ പേയ്മെന്റ് വരുന്നത്? ഡൗൺ പേയ്മെന്റ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു 10-30 രൂപ അടയ്ക്കേണ്ടി വരുമായിരിക്കും. അടച്ചു കഴിഞ്ഞാൽ ഇറക്കാനായിട്ട് പറ്റും. ഇപ്പൊ പുതിയ വണ്ടിയുടെ പ്രൈസ് കൂടെ പറയണേ. 285 ഉണ്ട്. 288 ഉണ്ട് പുതിയ വണ്ടിക്ക് വില. 2,88,000 പുതിയ വണ്ടിക്ക് വരുന്നത്. അടുത്തത് പൾസറിന്റെ N160 എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. USD 4 വരുന്നുണ്ട്. അതുപോലെ ABS, ഫ്രണ്ട് ഡിസ്ക് കാര്യങ്ങളെല്ലാം വരുന്ന വെറും 8,000 കിലോമീറ്റർ ഓടി വണ്ടി. വെറും 8,000. 2025 ലാസ്റ്റ് വണ്ടി. അതായത് ഷോറൂമിലെ പുതിയൊരു പക്കാ ക്വാളിറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു വണ്ടിയുടെ അതേ ക്വാളിറ്റിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 8,605 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മൈലേജ് നമുക്ക് ഒരു 50-55 ഓടിക്കാനും നല്ല സുഖമാണ്. എങ്ങനെയാ ഇതിനപ്പോ നമ്മൾ വില? നമ്മൾ 1,10 ആണെങ്കിൽ കൊടുത്തേക്കാം, പോട്ടെ. 1,10,000 രൂപ. പുതിയ വണ്ടിയുടെ പ്രൈസ് കൂടെ പറയണം. പുതിയ വണ്ടിക്ക് എങ്ങനെയാലും 170 കണ്ടുണ്ട്. അത്ര അടുപ്പിച്ചൊക്കെ വരും. അത്ര അതിന് മണ്ടക്കോട്ടുണ്ടെങ്കിലേ ഉള്ളൂ, നോക്കിയാൽ മതി. ഈ വണ്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും പക്ക. 8,000 ജെനുവിൻ കിലോമീറ്റർ പക്ക വണ്ടി, ഒന്നും ചെയ്യണ്ട. ഇത് നമുക്കൊരു 15 ഒക്കെ മതിയല്ലോ ഡൗൺ? 10 ഒന്നും അടക്കേണ്ടി വരത്തില്ല മിക്കവാറും. ഇതിൽ തന്നെ കൊണ്ടുപോവാം. അടുത്ത പൾസർ 180 വരുന്നുണ്ട്. അതും സിംഗിൾ ഓണർ, നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാ. കാർബറേറ്റർ വരുന്ന മോഡലാണ്. ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്. ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല നീറ്റ് ആണ്. എങ്ങനെയാ വില വരുന്നത്? ഇപ്പൊ ഇത് നമുക്കൊരു 38 നമ്മുടെ കിട്ടിയാൽ തരും. 38,000 രൂപയാണ്. അതെ അതെ. ആസ്കിംഗ് പ്രൈസ് ആണല്ലോ. ആസ്കിംഗ് ആണെങ്കിൽ അത്രയൊക്കെ ആവും. അത് നമ്മൾ പറയാനൊന്നുമില്ല. വണ്ടി പക്കായ, ഒന്നും ചെയ്യണ്ട. 2 ടയർ വരെ ഞാൻ പുത്തം മേടിച്ചിട്ടേക്കുന്ന വണ്ടിയാ. 67,000 റീഡിംഗ് ഒക്കെ കിലോമീറ്റർ ആയി. അതൊക്കെ ഒറിജിനലാ. അത് എന്നാലും 3 മാസം വാറന്റി കൊടുക്കും. അത്ര പക്ക വണ്ടി. എഞ്ചിൻ വാറന്റി 3 മാസം. പിന്നെ ഇതൊക്കെ പക്ക സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടി. അടുത്ത 2 NS ഇരിപ്പുണ്ട്. ഒരു യെല്ലോ കളർ ഇരിപ്പുണ്ടല്ലോ. ഫസ്റ്റ് ഇത് കാണിക്കാം. അത് 2020 മോഡൽ 200 ആണ്. അതെ. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് 90 എബോ പക്ക കണ്ടീഷൻ. അത്രേ നമ്മൾ പറയും. അത്ര തീർച്ചയായിട്ടും അത്ര വണ്ടിയാണ്. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ? ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ഇത് ഏകദേശം 30 സംതിങ് എങ്ങാണ്ട് ഓടിയിട്ടുള്ള വണ്ടി. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ അതെ. കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത് 39,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്.
ഫ്യൂൽ ഡിസ്ക് വരുന്ന മോഡലാണ്. ABS ആണ്. ടയറും കാര്യങ്ങളും എല്ലാം പക്കായ. വില എങ്ങനെ വരുന്നത് ഇപ്പോൾ? നമ്മൾ 98 രൂപ കൊടുക്കാം. ഇത് 2019 ലാസ്റ്റ്, ഇതും നവംബറോ ഡിസംബറോ അങ്ങാണ്ട. ABS വരുന്ന മോഡലാണ്. എങ്ങനെ ഓൺഷിപ്പ് വരുന്നത്? അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാ. വില എന്തോ വരും ഇത്? ഇത് നമ്മളൊരു 88 രൂപ ആ റേഞ്ച് കിട്ടിയാൽ കൊടുക്കാം. 88,000 രൂപയാണ് ചോദിക്കുന്നത്. 34,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. R15 V4 എങ്ങനെ ഓൺഷിപ്പ് വരുന്നത്? 2022 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 20 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ? ജെനുവിൻ ആണ്. ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ക നീറ്റ് വണ്ടി. 29,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ബോഡി പാനൽസ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. ടയർ ക്വാളിറ്റി നോക്കുമ്പോൾ ബാക്കിൽ പുതിയ ടയറാണ്. ഫ്രണ്ട് ടയറും ഒരു ആവറേജിന് മേളിലെ ടയർ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. വില എങ്ങനെ വരുന്നത്? ഇതൊന്ന് 55 കൊടുക്കാം. 1,55,000 രൂപയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത്. ഡൗൺ എത്ര വേണം നമുക്ക്? ഡൗൺ ഒരു 10-25 രൂപ അടയ്ക്കേണ്ടി വരും. അടുത്ത ഷൈൻ SP ആണ്. അത്യാവശ്യം നല്ല മൈലേജ്, റൈഡിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 20,413 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, ഒരു 60-65 ഒക്കെ മൈലേജ് നമുക്ക് തരുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയോ, ലോങ് ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണ്. അടിപൊളി സുഖ വണ്ടി ഓടിക്കാൻ. എങ്ങനെ വില വരുന്നത്? നമുക്ക് 65 രൂപ കൊടുക്കാം. ഡൗൺ എത്ര വേണം? ഡൗൺ 10 രൂപ അടച്ചാൽ മതി. അടുത്തൊരു യൂണിക്കോൺ ആണ്, ഹോണ്ട യൂണിക്കോൺ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 4 യൂണിക്കോൺ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇതേതാ വരുന്ന മോഡൽ? ഇത് 2017-11 മാസം വണ്ടി. 17 മോഡലാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി നോക്കിക്കേ, ഫുള്ള് റീപെയിന്റ് ഫുള്ള് ചെയ്ത് പക്ക നീറ്റായിട്ട് വെച്ചിരിക്കുന്ന വണ്ടിയാ. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 50 രൂപ കൊടുക്കാം. ഇത് നമ്മളെ കയറ്റി വെച്ചിരുന്ന ആയതുകൊണ്ട് ഇച്ചിരി വൃത്തിയേട് വന്നോണ്ട് ഞാൻ അങ്ങ് അടിച്ചല്ല, വണ്ടി കംപ്ലൈന്റ് ആയിട്ട് അടിച്ചല്ല. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഏത് മോഡലോട്ടാ ഇവിടുന്ന് വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കും? എല്ലാം 20 തൊട്ടുള്ള നമ്മൾ കൊടുക്കും. എല്ലാ വണ്ടിക്കും കൊടുക്കും. 1 മാസം ചെക്കിംഗ് വാറന്റിയും കാര്യങ്ങളും എല്ലാം കൊടുക്കും. എല്ലാ വണ്ടിക്കും എഞ്ചിൻ വാറന്റി. ഏറ്റവും കുറഞ്ഞ 10 രൂപയ്ക്ക് അകത്തുള്ളതൊക്കെ അതെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും അത് നല്ല വണ്ടിയായിരിക്കും. നമ്മൾ നോക്കിയിട്ടേ എടുക്കത്തുള്ളൂ. നോക്കിയെടുക്കാം. അതെ, തീർച്ചയായിട്ടും. അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് നിങ്ങൾ യൂസ്ഡ് കാർ ആയാലും യൂസ്ഡ് ബൈക്ക് ആയാലും എവിടെ വണ്ടി നോക്കാൻ പോയാലും ഒരു മെക്കാനിക്കിനെ അല്ലെങ്കിൽ വണ്ടിയെ പറ്റി അത്യാവശ്യം അറിയാവുന്ന ഒരാളെ കൊണ്ടുവച്ചെന്ന് ചെക്ക് ചെയ്ത് A to Z കാര്യങ്ങൾ അവിടെ തന്നെ ഡീൽ ചെയ്തിട്ട് വണ്ടി വാങ്ങുക. പിന്നെ പ്രൈസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കേണ്ടത് നമുക്ക് ഡയറക്റ്റ് വരിക, കാണുക, ഡീൽ ചെയ്യുക. ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോഴും നമ്മൾ നോക്കിയോ വന്ന 2 കസ്റ്റമറാ. ട്രിവാൻഡ്രത്ത് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്ന്, ഒരാൾ ആരായിരുന്നു, മൂവാറ്റുപുഴയാണ് ഇവിടുന്ന് വന്നു, വണ്ടി എടുത്ത് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അത് പൊല്യൂഷൻ നമ്മൾ കൊടുത്ത സമയത്ത് പോലും അല്ല, നമ്മൾ പറഞ്ഞ വിലക്ക് പോലും അല്ല ഒരു വണ്ടി കൊണ്ടുപോയത്. അടുത്ത സ്കൂട്ടർ സെഗ്മെന്റില് കുറച്ചധികം വണ്ടികൾ ഇരിപ്പുണ്ട്. ഈ കാണുന്ന ആക്സിസ് കഴിഞ്ഞ നമ്മുടെ ഉള്ളതാ, ഇത് പോയിട്ടില്ല. ഇത് പോകാനെന്ന് വെച്ചാൽ അതിന്റെ പേപ്പർ ക്ലിയർ ആയി കിട്ടിയില്ലായിരുന്നു നമ്മുടെ കയ്യില്. ഓക്കെ, ഇപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് കൊടുക്കും. എങ്ങനെ ഓൺഷിപ്പ് ഒക്കെ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എങ്ങനെ വില വരുന്നത്? നമ്മൾ 15 രൂപയ്ക്ക് കൊടുക്കാം. 15,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്ത ഏതുണ്ട്? അടുത്തതായിരിക്കുന്നത് ജൂപ്പിറ്റർ ക്ലാസിക് ആണ്. 2018 മോഡൽ, ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന ടൈപ്പ്. എങ്ങനെ വില വരുന്നത്? ഇത് നമുക്കൊരു 36 രൂപ കൊടുക്കാം. 36,000 രൂപയാണ് ചോദിക്കുന്നത്. ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റ് ആയിട്ട് തന്നെയുള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടി. അത്യാവശ്യം ഒരു 60 ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഉപയോഗിക്കുന്നവരും. ഹീറോയുടെ ഡെസ്റ്റിനി 125 ആണ്. 2019 മോഡൽ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 30 രൂപ കൊടുക്കാം. 30,000 രൂപ. യമഹ റേസഡാർ ഉണ്ട്, 2019 സിംഗിൾ ഓണർ. എങ്ങനെയാ വരുന്നത്? ഇത് നമുക്കൊരു 40 രൂപ കൊടുക്കാം. 40,000 വണ്ടിക്ക് വില ചോദിക്കുന്നത്. ബോഡി പാനൽസ് ഒക്കെ ആണെങ്കിലും നീറ്റ് ആണ്, വലിയ പൊട്ടല് കാര്യങ്ങളൊന്നും കാണാനായിട്ട് നീറ്റ് വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് നമുക്ക് എത്ര വേണം സ്കൂട്ടർ ആകുമ്പോഴത്തേക്കിന്? ഇത് നമുക്ക് 10 രൂപ ആ റേഞ്ച് ഒക്കെ അടച്ചാൽ മതി. സിവില് നോക്കിയിട്ട് അവരിപ്പോ ഡൗൺ പേയ്മെന്റ് പറയുന്നത്. ആക്റ്റീവ 2014 മോഡൽ ഇപ്പൊ കൊണ്ടുവന്ന വണ്ടിയാണ്. എങ്ങനെ ഓണർഷിപ്പ്? ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല സുഖം. ഞാൻ കൊല്ലത്ത് ഓടിച്ചോണ്ടെന്ന ഒരു കംപ്ലൈന്റും ഇല്ല വണ്ടിക്ക്. വില എങ്ങനെ വരുന്നത്? വെച്ചാൻ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്താൽ മാത്രം മതി. 23 രൂപ കൊടുത്തേക്കാം. ഓക്കെ, 23,000 രൂപയാണ് വണ്ടിക്ക് വില ചോദിക്കുന്നത്. അടുത്ത ഇനി ഒരു ഡിയോ ഇരിപ്പുണ്ടല്ലോ, ഏതാ വരുന്ന മോഡൽ? 2017 മോഡൽ വണ്ടി. എങ്ങനെ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. എത്രയാ പ്രൈസ് ചോദ്യം? ഇത് നമ്മൾ 40 രൂപയ്ക്ക് കൊടുക്കാം. 40,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ ഒരു വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഇതൊന്ന് വായിച്ചു നോക്കേ. അത് കൊള്ളാം. ഇത് കൊള്ളാം. അത് ഞങ്ങൾ മാറ്റും. പോളിഷ് ചെയ്ത് വരുമ്പോ അത് മാറും. ഇതിപ്പോ ഫിനാൻസ് എങ്ങനെ വരുന്നത്? അത് ഫിനാൻസ് കിട്ടത്തില്ല, റെഡി ക്യാഷ്. ഫിനാൻസ് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇത്തരം മോഡൽ ഉള്ളത് മാക്സിമം റെഡി പേയ്മെന്റ് ക്യാഷിന് എടുക്കാം. വില എന്ത് വരുന്നത്? ഇത് നമ്മൾ 40 രൂപയ്ക്ക് കൊടുക്കും. 40 രൂപയാണ് ചോദ്യം. അതെ അതെ. അടുത്ത ഇനി ഒരു ആക്റ്റീവ ഇരിപ്പുണ്ടല്ലോ, ഏതാ വരുന്ന? ആക്റ്റീവ 2022 മോഡല്, 23 മോഡല്. രണ്ടും ഇരിപ്പുണ്ട്. അതെ, ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്ന വണ്ടികളാണ് രണ്ടും. ബോഡി പാനൽസ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ 2 വണ്ടിയുടെ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇതൊരു വെറും 13,000 കിലോമീറ്റർ അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുള്ളൂ. വില എങ്ങനെയാണ് വരുന്നത് രണ്ടും? ഇത് നമുക്ക് 70 രൂപ കൊടുക്കാം. 70,000 രൂപ. രണ്ട് സെയിം പ്രൈസ് ആണോ? അല്ല, അത് നമ്മൾ 63 രൂപയ്ക്ക് കൊടുക്കാം. 63 ആണ് ചോദ്യം. ഡൗൺ വരുമ്പോഴത്തേക്ക് ഒരു 10 രൂപ, 10 രൂപ 15 രൂപ റേഞ്ച് ഒക്കെ അടക്കേണ്ടി വരും. അടുത്ത ആക്റ്റീവ വീണ്ടും 2022 മോഡല്, മാറ്റ് ബ്ലാക്ക് ആണ്. എങ്ങനെ ഓൺഷിപ്പ്? അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാ.
ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്ന വണ്ടിയാണ്. 66,000 കിലോമീറ്റർ ആണ് റീഡിംഗ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു ജെന്യൂൻ കിലോമീറ്റർ എന്ന് പറയാം. തീർച്ചയായിട്ടും. വില എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് ഒരു 60 രൂപ കൊടുക്കാം. 60,000 രൂപ കിട്ടിയാൽ വണ്ടി സെയിൽ ചെയ്യും. അതെ, 2022 മോഡൽ വണ്ടിയാണ്. അടുത്ത വീണ്ടും ഉണ്ട് ആക്റ്റീവ. ഇത് കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടിയാണ്. വണ്ടി 2021 മോഡൽ. വില എങ്ങനെ വരുന്നത്? നമുക്ക് അന്ന് പേപ്പറും കാര്യങ്ങളും കിട്ടാത്ത ഇരിക്കുന്ന വണ്ടികൾ അടുത്ത വീഡിയോ വരുന്നതെന്ന് വെച്ചാൽ പേപ്പർ കിട്ടാത്തത് കൊണ്ട് ഇവിടെ വെച്ചേക്കുന്ന വണ്ടികളാണ്. ഇത് നമുക്ക് ഒരു 55 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 55,000 രൂപയാണ് ചോദ്യം. അടുത്ത ഡിയോ വരുന്നുണ്ടല്ലോ. ഡിയോ 2021 മോഡൽ. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്, നല്ല പക്ക വണ്ടിയാണ്. വില വരുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ 63 രൂപ കിട്ടിയ കൊടുക്കാം. 63,000 രൂപയാണ് ചോദ്യം. അടുത്ത യമഹ റേസർ 2023 മോഡൽ. ഫ്രണ്ട് ഡിസ്ക് അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. എങ്ങനെ ഓൺഷിപ്പ് ഒക്കെ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വില എങ്ങനെ വരുന്നത്? വില നമ്മൾ 70 രൂപ കിട്ടിയ കൊടുക്കാം. 70,000 രൂപയാണ്. അപ്പൊ ഈ കാണുന്ന യമഹ റേസർ ചോദ്യം. തീർച്ചയായിട്ടും. അടുത്ത ബുള്ളറ്റ് ഉണ്ടല്ലോ, ബുള്ളറ്റ് 2011 മോഡൽ. കഴിഞ്ഞ മാസമുള്ള തുരുതുരാ പോയി, പിന്നെ ഒരുപാട് വണ്ടികൾ വന്ന് എല്ലാം പോയി. ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട്. ബുള്ളറ്റ് ഷോർട്ട് ഉണ്ട്. എങ്ങനെ ഓൺഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാ. വില എന്തോ വരും? ഇത് നമ്മൾ 95 രൂപ കൊടുക്കും. 2011 മോഡൽ വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കി ഇതെല്ലാം പഫ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കത്തുള്ളൂ. വണ്ടി ഫുള്ള് സെറ്റാക്കി ഇറക്കത്തുള്ളൂ. പ്രൈസിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കട്ടെ, വിളിക്കട്ടെ, നമുക്ക് എന്താ ചെയ്യാം. ഓക്കെ. അടുത്ത ഇനി ഇച്ചിരി മൈലേജ് ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും ബൈക്ക് ഉണ്ട്. പ്ലാറ്റിന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരു പുതിയ വണ്ടിയും വന്നിട്ടുണ്ട്, ഒരെണ്ണം പഴയതിരിപ്പുണ്ട്. ബാക്കിയെല്ലാം ഇറങ്ങി പോയിട്ടുണ്ട്. ഇത് പുതിയ വണ്ടി 2022 ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള വണ്ടി. എങ്ങനെ ഓൺഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വില എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 45 രൂപ കൊടുക്കാം. അടുത്ത അത് പഴയത് നമ്മൾ 2021 വണ്ടി, 36 രൂപയ്ക്ക് കൊടുത്തേക്കാം. 36,000. വണ്ടി പക്കാ വണ്ടിയാ. പാഷൻ 2017 മോഡല്. എങ്ങനെ 35 രൂപയ്ക്ക് കൊടുത്തേക്കാം നമുക്ക്. ഷൈൻ എസ് പി 2019 മോഡല് 45 രൂപ നമ്മൾ കൊടുത്തേക്കും. അടുത്ത ഡിസ്കവർ 2018 മോഡല്, സിംഗിൾ ഓണർ, പക്ക വണ്ടി. 110 ആണ്. ഒന്നും ചെയ്യാനില്ല. അത് നമ്മൾ 25 രൂപ കൊടുക്കും. അടുത്ത HF ഡ്യൂലക്സ്, അത് 24 മോഡല്. എങ്ങനെ ഓൺഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വില എന്തോ വരും? ഇത് നമുക്ക് ഒരു 60 രൂപ കൊടുക്കാം. 60,000 രൂപയാണ് ചോദ്യം. ഒരു ഗ്ലാമർ വരുമ്പോണ്ട്, ഫ്രണ്ട് ഡിസ്ക് വരുന്ന മോഡൽ, 2018 മോഡൽ. അതെ, ഇത് കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടിയായിരുന്നു, എനിക്കറിയാം. എങ്ങനെ വില വരുന്നത്? ഇത് ഏകദേശം നമുക്കൊരു 46 രൂപ റേഞ്ച് കിട്ടിയാൽ കൊടുക്കാം. കുറച്ച് വണ്ടികൾ കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടികളുണ്ട്, 3-4 ഇരിപ്പുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം പുത്തൻ വണ്ടികളാണ്. അപ്പോ എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും 2-3 ഒക്കെ ഉണ്ട് വരാനുണ്ട്. കാണിക്കാൻ പറ്റിയിട്ടില്ല. അക്സസ് ഒക്കെ ഇരിപ്പുണ്ട്, അക്സസ് ഇരിപ്പുണ്ട്, എക്സ്പൾസ് ഇരിപ്പുണ്ട്. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. നാളെ വരും. എല്ലാം വിളിച്ചാൽ ഏത് വണ്ടിയും കാണും, അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിലും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പുതിയകാവിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഗീവ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഏത് വണ്ടിയാ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പുറകെ അതിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.